ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. പൊട്ടറ്റോ ഒക്കെ ഉപയോഗിച്ചിട്ട് അത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അധികം ഓയിലൊന്നും ഫ്രൈ ചെയ്തിട്ട് കഴിക്കുന്ന സാധനങ്ങളോട് അധികം താല്പര്യമില്ലാത്ത ആൾക്കാർക്കൊക്കെ പറ്റിയൊരു റെസിപ്പിയാണിത്. അല്ലാത്തവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. ഒരു 1/4 കിലോ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സാധാരണ ചിപ്സിനൊക്കെ സ്ലൈസ് ചെയ്തെടുക്കുന്ന പോലെ ഇതുപോലെ കത്തി വെച്ചിട്ട് തന്നെ സ്ലൈസ് ചെയ്തെടുക്കുക കേട്ടോ. സ്ലൈസർ ഉപയോഗിക്കാതെ കത്തി കൊണ്ട് സ്ലൈസ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ സ്ലൈസർ ഉപയോഗിച്ചാണ് സ്ലൈസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അത് വല്ലാതെ നൈസായി പോവും. നമ്മൾ കത്തി കൊണ്ട് തന്നെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ കാണിച്ചാൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് പാകം. ഈ ഒരു പാകത്തിൽ വേണം ഇത് സ്ലൈസ് ചെയ്തെടുക്കാൻ. ഇപ്പം ഞാൻ മസാലയൊക്കെ പുരട്ടേണ്ട എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുക. അതൊക്കെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കേട്ടോ. അതിന് മസാലപ്പൊടിക്കാണ് കണക്കൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് ഫ്ലേവറിനനുസരിച്ച് ചേർക്കാം. ഒരു ലേശം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടി. ചെറിയ ജീരകം ഒന്ന് ഫ്രൈ ചെയ്തിട്ട്, അതായത് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതി. അധികമൊന്നും വേണ്ട, കുറച്ച് ചേർത്താൽ മതി. ഫ്ലേവറിന് ആവശ്യമായത് കേട്ടോ. ഇനി ഒട്ടും ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇല്ലാതെ ഉണ്ടാക്കാം. പക്ഷേ നല്ല ടേസ്റ്റാണ്. കുറച്ച് മാത്രം ചേർത്താൽ മതി. പിന്നെ അത് ലേശം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി വെള്ളം തൊടാതെ അരച്ച പേസ്റ്റ് വേണം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ 1 സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഫ്ലേവറിന് ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ഒക്കെ കുറച്ച് കുറച്ച് ചേർത്താൽ മതി. വല്ലാതെ മസാല കൂടി പോകണ്ട. അങ്ങനെയാകുമ്പോൾ ഒരു മസാലയുടെ കുത്തൽ വരും. എന്നാൽ ആവശ്യത്തിന് മസാല വേണം. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇടുക. കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണയും കൂടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി വെളിച്ചെണ്ണയും കൂടിയും ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ചെറിയ ജീരകത്തിൻ്റെ പൊടി വളരെ കുറച്ചായിട്ട് ചേർക്കാവൂ. ഒരു 1/2 സ്പൂണ് ഒക്കെ ചേർത്താൽ മതി. ടേസ്റ്റ് നോക്കുക മസാലയൊക്കെ ഒന്ന് ചേർത്തതിൻ്റെ ശേഷം. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ മീൻ പൊള്ളിക്കുന്ന പോലെ ഇലയിലാണ് നമ്മളിത് പൊള്ളിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ മീൻ പൊള്ളിച്ചതേ പറയില്ലേ, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് പൊള്ളിച്ചതെന്ന് ഇതിന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ഇതേപോലെ ഇലക്കഷ്ണങ്ങൾ, ഇലച്ചീന്തുകൾ എടുക്കുക. എന്നിട്ട് ഫ്ലെയിമിൻ്റെ മീതെ കാണിച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇല മടക്കുമ്പോൾ അത് പൊട്ടിപ്പോവും. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതാ ഇല ഇങ്ങനെ വെച്ചിട്ട് അതിലേക്ക് ഒരു 1-2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ അധികം എണ്ണ ഒഴിച്ചിട്ടില്ല, കുറച്ച് വിട്ടുപോയി. രണ്ടാമത്തെ ഇലയിൽ കാണിക്കുമ്പോൾ ഞാൻ ശരിക്കും എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് മറന്നു പോയതാണ്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് ആ കൈ കൊണ്ടൊന്ന് എണ്ണ ഒന്ന് പുരട്ടുക, അതിൻ്റെ മീതെ ഒന്ന് പരത്തുക. എന്നിട്ട് ഇതേപോലെ ഓരോ സ്ലൈസായിട്ട് വെച്ചിട്ട് ഒരു ലെയർ മാത്രമേ വെക്കാവൂ. ഒന്നിൻ്റെ മീതെ ഒന്ന് അങ്ങനെ വെക്കരുത്. അപ്പോൾ ഇത് കട്ടി കൂടി പോവും. ഓരോ സ്ലൈസ് ഇതുപോലെ വെക്കുക. പിന്നെ ഇതിൻ്റെ മീതെ 2 തക്കാളി സ്ലൈസ് ചെയ്ത് വെക്കുക. വെളിച്ചെണ്ണ നിങ്ങൾക്ക് 1 ടീസ്പൂൺ മതിയെങ്കിൽ അങ്ങനെ ഒഴിക്കാം കേട്ടോ. തക്കാളി സ്ലൈസസ് അങ്ങനെ കനം കുറച്ചിട്ട് അങ്ങനെ വട്ടത്തിൽ അരിഞ്ഞതാണ് അപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത്. അതിൻ്റെ മീതെ ഒരു ലെയർ കൂടി പൊട്ടറ്റോ വെച്ച് കൊടുക്കണം. ഇപ്പോൾ 2 ലെയർ പൊട്ടറ്റോൻ്റെ നടുവിൽ തക്കാളി 2 സ്ലൈസ് അങ്ങനെയാണ് വരിക. പിന്നെ തക്കാളിയുടെ ഉള്ളിൽ അധികമുള്ള വെള്ളം നനവുള്ള പൾപ്പ് കളഞ്ഞു വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയാൽ മതി. ഇതുപോലെ ഇത് സെർവ് ചെയ്യുമ്പോൾ ഒരാൾക്ക് ഒരു പൊതി എന്നുള്ള രീതിയിൽ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ലെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. പൊട്ടറ്റോ അങ്ങനെ ഒന്നിൻ്റെ മീതെ ഒന്ന് വെച്ചിട്ട് വല്ലാതെ കട്ടിയിൽ ലെയർ ചെയ്യരുത്. ഓരോരോ സ്ലൈസ് വെച്ചിട്ടാണ് ഒരു ലെയറിൽ കട്ടി, ഒരു സ്ലൈസിൻ്റെ കട്ടിയേ വരാവൂ. ആ രീതിയിൽ വേണം വെക്കാൻ. ഇനി ഇതേപോലെ തന്നെ വാഴനാര് കൊണ്ട് കെട്ടുക. 2 സൈഡിലും വാഴനാര് കൊണ്ട് കെട്ടിയെടുത്താൽ മതി. മറ്റേ സൈഡിൽ നിന്നും ഇതുപോലെ തന്നെ കെട്ടി വയ്ക്കുക. ഈ ഒരു രീതിയിൽ കേട്ടോ. ബാക്കിയുള്ളതും ഇതുപോലെ ഉണ്ടാക്കുക. ഇത് രണ്ടാമത് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ മീതെ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഞാൻ കാണിക്കാൻ വിട്ടുപോയത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിങ്ങനെ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് വേണം ലെയർ ചെയ്യാൻ കേട്ടോ. അതേപോലെ 2 ലെയർ പൊട്ടറ്റോ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു കറിവേപ്പില ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിൻ്റെ ആ ഫ്ലേവറും കൂടിയും കിട്ടും. ആദ്യത്തേൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതും അതുപോലെ മടക്കിയെടുക്കുക.
അപ്പോൾ ഇനി ഇത് ചുട്ടെടുക്കാൻ തവ അല്ലെങ്കിൽ ദോശക്കല്ല് അല്ലെങ്കിൽ പാൻ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മീതെ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് കുക്ക് ചെയ്യാൻ എടുക്കും. അതായത് പൊട്ടറ്റോ നന്നായിട്ട് വേവണം. അപ്പോൾ ഒരു 25 മിനിറ്റ് എടുക്കും കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് ഒരു സൈഡ് ഒന്ന് അടച്ചു വെച്ചതിൻ്റെ ശേഷം തുറന്നിട്ട് അത് മാറ്റി ഇടുക. ഇതിപ്പോൾ നിങ്ങൾക്ക് വലിയ പാനാച്ചാൽ 3 എണ്ണം ഞാൻ ഇപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. 3-4 ഉണ്ടാക്കാം. അപ്പോൾ അത് വലിയ പാനാച്ചാൽ എല്ലാം കൂടിയിട്ട് ഒരേ സമയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 25 മിനിറ്റിൻ്റെ ഉള്ളിൽ എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മറിച്ചിട്ടുണ്ട്. വീണ്ടും അടച്ചു വയ്ക്കുക. ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ടോട്ടൽ ഒരു 20-25 മിനിറ്റ് എടുക്കും കേട്ടോ. ബാക്കി 2 എണ്ണം ഞാൻ മറ്റേ അടുപ്പിൽ ഇതേപോലെ ദോശക്കല്ലിൻ്റെ മീതെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതും ഇങ്ങനെ എണ്ണ പുരട്ടിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ എണ്ണ ഒഴിക്കൊന്നും വേണ്ട കേട്ടോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതേപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് തന്നെ വേവിക്കുക. എന്നാലാണ് പൊട്ടറ്റോ വെന്ത് കിട്ടുള്ളൂ. ശരിക്കും നമ്മൾ മീൻ പൊള്ളിച്ച പോലെ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ 25 മിനിറ്റിലും കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇലയൊന്നും കരിഞ്ഞു പോവാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ശ്രദ്ധിക്കുക, പാൻ ചൂടായതിൻ്റെ ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അല്ലെങ്കിൽ ഇങ്ങനെ ഇല കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇനി ഞാൻ ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം തുറന്ന് കാണിക്കാം. അപ്പോൾ അതാ നല്ല അസൽ വെജിറ്റേറിയൻ മീൻ പൊള്ളിച്ചത് ഇതാ റെഡി ആയിരിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയപ്പോൾ. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇനി കുറച്ച് അളവിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പം നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്